ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്കിന്നൊരു ചിക്കൻ കുറുമ ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് 2 ഗ്രാമ്പൂ, 2 ഏലക്കായ്, ഒരു പട്ട. ഇനി ഇതിലോട്ട് ഒരു 1/2 സ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 പച്ചമുളക്, അതിലോട്ട് 2 സവാള ചെറുതായി അരിഞ്ഞത്, ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഉള്ളിയാണെന്ന് വാടുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. കുറുമക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്തിട്ട് വരാം. അപ്പം സവാള കുറച്ചൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 2 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി വഴറ്റിയെടുക്കണം. ഇപ്പം സവാളയൊക്കെ ആവശ്യത്തിന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാല ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂണ്, ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂണ് ഗരം മസാല. ഇനി ഈ മസാല ഒന്ന് നന്നായി ഇതിൽ മൂത്ത് വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വേവിക്കാം. ഇതൊന്ന് തക്കാളിയിൽ കിടന്നൊന്ന് വേവട്ടെ. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ ചെറുതായി വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 സ്പൂണ് തൈരും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കഴുകി മാറ്റി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഹൈ സ്പീഡിലിടാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവാണ്, ഞാനതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം.
ഇപ്പോൾ ഒരു 5 മിനിറ്റായിട്ട് ഞാൻ ഒന്ന് അടച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. അധികം ഒഴിക്കണ്ട. ഒന്ന് ചിക്കൻ ഒന്ന് ചെറുതായൊന്ന് മുങ്ങാൻ പാകത്തിൽ വെച്ച് കൊടുക്കാം. നമുക്കിത് ഇവിടെ അടച്ച് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ ചെറുതായൊന്ന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നേരത്തെ അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. അരച്ചെടുത്ത തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ വേവാനുണ്ട്. ഇനി ഇത് വെന്ത് വരട്ടെ. ഇനി ഇത് നമുക്കിവിടെ അടച്ച് വയ്ക്കാം. 10-15 മിനിറ്റും കൂടി കുക്ക് ചെയ്യാനുണ്ട്. അപ്പോഴൊക്കെ ആകട്ടെ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്തെടുക്കാം. 1/4 സ്പൂൺ മതി. 1/4 സ്പൂൺ ഗരം മസാല. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതൊന്നും കൂടി ഒന്ന് വറ്റാനുണ്ട്. നന്നായി ഒന്നും കൂടി വറ്റി വരട്ടെ. നമുക്ക് അടച്ച് വയ്ക്കാം. ഇനി ഈ കറി ഒന്ന് വറുത്തിട്ട് അതിന് വേണ്ടി 2 സ്പൂണ് നെയ്യ് വെച്ച് കൊടുക്കാം. അപ്പം നെയ്യൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് 2 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയെല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഈ കറി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ആക്കിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഫ്രൈ ചെയ്ത് ഇതിലിട്ട് കൊടുക്കാം. ഇങ്ങനെ ഈ കറിയിൽ പച്ചമുളക് ഇങ്ങനെ ഒന്ന് വാട്ടിയിടുന്നത് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം. അപ്പം ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരാം. ഓക്കെ, ബായ്.